വന്ദേ മാതരം. കൊങ്കൺ തീരത്തു നിന്ന് ഭാഗൂരിലേക്ക് വന്നവരായിരുന്നു എൻ്റെ പൂർവികർ. സാവരി വൃക്ഷങ്ങളുടെ നാട്ടിൽ നിന്ന് വരുന്നതായതിനാൽ അവർ സാവർ വാഡികർ എന്നറിയപ്പെട്ടു. ഇത് ലോപിച്ചിട്ടാണ് പിന്നീട് സവർക്കർ എന്ന പേരുണ്ടാകുന്നത്. മറാഠയിൽ 1883 മെയ് 28 ഒരു ചിത്പവൻ ബ്രാഹ്മണ കുടുംബത്തിലാണ് ഞാൻ ജനിച്ചത്. എന്നേക്കാൾ 4 വയസ്സിന് മൂത്ത ജ്യേഷ്ഠനെ ബാബാറാവു എന്നും അനുജത്തിയെ മായി എന്നും അനിയനെ ബാൽ എന്നുമാണ് വീട്ടിൽ വിളിച്ചിരുന്നത്. എന്നെ വിളിച്ചത് താത്യ എന്നാണ്. ഞങ്ങളുടെ വീടിന്റെ നടുമുറ്റത്ത് ഒരു അഷ്ടഭുജ ഭവാനിയുടെ പ്രതിഷ്ഠയുണ്ടായിരുന്നു. അതിനു മുമ്പിലിരുന്ന് പ്രാർത്ഥിക്കുകയായിരുന്നു എൻ്റെ ഒരു ഇഷ്ടവിനോദം. കയ്യിൽ കിട്ടുന്ന എന്തും വായിക്കുന്ന ഒരു ശീലവും എനിക്കുണ്ടായിരുന്നു. ഇത് അച്ഛൻ്റെ അടുത്ത് നിന്ന് കിട്ടിയതാണ്. എല്ലാ ദിവസവും ഭക്ഷണശേഷം രാത്രി ഞങ്ങൾ എല്ലാവരും വട്ടത്തിലിരുന്ന് ഇതിഹാസങ്ങളും പുരാണങ്ങളും വായിക്കുന്ന ഒരു പതിവുണ്ടായിരുന്നു. എന്നിട്ട് അതിനെ പറ്റിയുള്ള അഭിപ്രായങ്ങളൊക്കെ പരസ്പരം ചർച്ച ചെയ്യും, സ്വന്തം അഭിപ്രായങ്ങളൊക്കെ പറയും. അങ്ങനെ വളരെ സന്തുഷ്ടമായ ഒരു കുടുംബമായിരുന്നു ഞങ്ങളുടേത്. ആ കുടുംബം വളരെ പെട്ടെന്നാണ് ദുഃഖത്തിന്റെ കടലിലേക്ക് വീണു പോകുന്നത്. വീടിന്റെ ഐശ്വര്യലക്ഷ്മിയായിരുന്ന ഞങ്ങളുടെ അമ്മ പെട്ടെന്ന് കോളറ ബാധിച്ച് മരിച്ചുപോയി. എനിക്കന്ന് 9 വയസ്സായിരുന്നു പ്രായം. അമ്മയുടെ മരണമുണ്ടാക്കുന്ന ആഘാതങ്ങളെ കുറിച്ചൊന്നും അറിയാത്ത ഒരു പ്രായം. പിന്നീട് ഞാൻ അമ്മയുടെ മുഖം എങ്ങനെയായിരുന്നുവെന്ന് ആലോചിച്ചു നോക്കിയിട്ടുണ്ട്. പക്ഷേ ആ മുഖം പോലും ഇന്ന് എനിക്ക് ഓർമ്മയില്ല. അമ്മ മരിക്കുമ്പോൾ അച്ഛന് 30കളിലായിരുന്നു പ്രായം. വീണ്ടും ഒരു വിവാഹം കഴിക്കാൻ വേണ്ടി അദ്ദേഹത്തിനോട് എല്ലാവരും നിർബന്ധിച്ചെങ്കിലും അദ്ദേഹം എന്തോ അത് ചെയ്തില്ല. ഞങ്ങൾ കുട്ടികളുടെ കാര്യങ്ങളും വീട്ടിലെ കാര്യങ്ങളും ബിസിനസിന്റെ കാര്യങ്ങളും ഒക്കെ അദ്ദേഹം ഒറ്റയ്ക്ക് തന്നെയാണ് നോക്കി നടത്തിയത്. കുറച്ചു കാലം കഴിഞ്ഞപ്പോഴേക്കും ദാദാ ബാബാറാവു അദ്ദേഹത്തെ സഹായിക്കാൻ തുടങ്ങി. അങ്ങനെ കൂട്ടുകാർക്കൊപ്പം ആഘോഷമായിട്ട് ഞാൻ എൻ്റെ ബാല്യകാലം ചിലവഴിച്ചു. പരശുരാമും രാജാറാമുമായിരുന്നു എൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട കൂട്ടുകാർ. ഒരു ക്ഷേത്രം ഉണ്ടാക്കി വെച്ച് ആ മൂർത്തിയെ പുറത്തേക്ക് എഴുന്നള്ളിക്കുകയായിരുന്നു എൻ്റെ ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു വിനോദം. ഞങ്ങൾ എല്ലാവരും അതായിരുന്നു കളിക്കാൻ ഇഷ്ടപ്പെട്ടിരുന്നത്. പരശുരാമും രാജാറാമും തയ്യൽക്കാരുടെ കുടുംബത്തിലാണ് ജനിച്ചത്. ജാതി വ്യത്യാസങ്ങളൊക്കെ അക്കാലത്ത് വളരെ പ്രകടമായിട്ട് തന്നെ ഉണ്ടായിരുന്നു. പക്ഷെ ഞാനത് വകവെച്ചിരുന്നില്ല. അവരുടെ വീട്ടിൽ പോയി അവരുടെ അമ്മ വിളമ്പിത്തരുന്ന ഭക്ഷണം കഴിക്കാൻ എനിക്ക് വലിയ ഇഷ്ടമായിരുന്നു. ആ അമ്മ എനിക്ക് എൻ്റെ സ്വന്തം അമ്മയെ പോലെ തന്നെയായിരുന്നു. 6ാം വയസ്സിലാണ് ഞാൻ സ്കൂളിൽ ചേരുന്നത്. പ്രായത്തിൽ കവിഞ്ഞ ഒരു വായനാശീലം എനിക്കുണ്ടായിരുന്നുവെന്ന് പറഞ്ഞല്ലോ. അത് കാരണമായിരിക്കാം ഞാൻ കവിതകളൊക്കെ എഴുതിയിരുന്നു തീരെ ചെറുപ്പത്തിൽ തന്നെ. എന്നാൽ ഇത് അധ്യാപകരെ കൊണ്ട് കാണിക്കുന്ന സമയത്ത് അവരത് ചുരുട്ടിക്കൂട്ടി വലിച്ചെറിയായിരുന്നു പതിവ്. അങ്ങനെ ഇരിക്കെ ഒരു ദിവസം എൻ്റെ ഒരു കവിത ജഗത് ഹിതേച്ചു എന്ന ഒരു പത്രത്തിൽ അച്ചടിച്ചു വന്നു. സ്വദേശിക്ക് ഫട്കാർ എന്നായിരുന്നു കവിതയുടെ പേര്. അന്ന് എനിക്ക് വെറും 12 വയസ്സേ ഉള്ളൂ. ഇത് വീട്ടുകാരെയൊക്കെ വളരെ സന്തോഷിപ്പിച്ച ഒരു കാര്യമായിരുന്നു. ഈ വായനയും കവിതയെഴുത്തുമൊക്കെയായി നടക്കുന്നത് കാരണം സ്കൂളിൽ ഗൃഹപാഠങ്ങളൊന്നും സമയത്തിന് ചെയ്യാൻ പറ്റിയിരുന്നില്ല. അപ്പോ താമസിച്ച് വന്ന് ഏറ്റവും അവസാനത്തെ ബെഞ്ചിൽ പോയിരിക്കും. ഓരോരുത്തരെയായി വിളിച്ച് എൻ്റെ ഊഴം എത്തുമ്പോഴേക്കും ഞാൻ ഗൃഹപാഠം ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടാവും. ഭാരതത്തിന്റെ സ്വാതന്ത്ര്യ സമരത്തിലേക്ക് എന്നെ ആകർഷിക്കുന്നത്
വിഷ്ണു ശാസ്ത്രി ചിപ്ലുങ്കറുടെ നിബദ്ധമാല എന്ന പുസ്തകമായിരുന്നു. ഇക്കാലത്താണ് മഹാരാഷ്ട്രയിൽ ചില സംഭവ വികാസങ്ങളൊക്കെ ഉണ്ടാവുന്നത്. അതിനെപ്പറ്റി ഇനി അടുത്ത ഭാഗത്ത് പറയാം. വന്ദേ മാതരം.